ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രിയിലെ കഥയുടെ മായാലോകത്തിലൂടെയുള്ള യാത്ര ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്റ്റോറി ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ഹെഡ്ഫോൺസ് ചെവിയിൽ വയ്ക്കുക. ഇന്നു രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്കൊരുമിച്ച് മുന്നോട്ടു പോകാം. ആരാധിക രണ്ടാം ഭാഗം. കാലത്തിനപ്പുറം ഒരു പുനർജന്മ പ്രണയകഥ. ഭാഗം 6. പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ദേവു. നീനിയുടെ ചുണ്ടുകളിലും പുഞ്ചിരി വിരിഞ്ഞു. എന്തേ, വിശേഷിച്ചെന്തെങ്കിലും? ഇല്ലടാ, തമ്പുരാൻ പറഞ്ഞയച്ചതാ, ഇനി കുറച്ചുനാൾ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അവർ തിരികെ വീട്ടിലേക്ക് നടന്നു. അവൾ നടന്നു വരുന്നത് മില്ലുകവലയിൽ നിന്നിരുന്ന പാച്ചുവും കൂട്ടരും കാണുന്നുണ്ടായിരുന്നു. അവൾ അവിടേക്ക് നടന്നതും കാറിന്റെ ബോണറ്റിൽ നിന്നും ഇറങ്ങി അവൻ അവളുടെ മുന്നിലേക്ക് ചാടി തടസ്സം നിന്നു. ഇയാൾക്ക് ഒരു പണിയില്ലേ എന്ന പുച്ഛഭാവത്തിൽ അവൾ അയാളെ നോക്കി. യാതൊരു കൂസലുമില്ലാതെയുള്ള അവളുടെ നിൽപ്പും അവനെ ചൊടിപ്പിച്ചു. കവലയിലുള്ളവർ നെഞ്ചിടിപ്പോടെയും ഭയത്തോടെയും നോക്കി നിന്നു. നീനയ്ക്ക് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. ഡോ, ഇനി എന്റെ വഴി തടയാൻ ശ്രമിച്ചാ താൻ തല്ലുകൊള്ളും. വഴി മാറടോ. അയാളുടെ ഏറ്റവും വൃത്തികെട്ട അഭിമാനത്തിനു മേലേറ്റ ആദ്യത്തെ അടിയായിരുന്നു അത്. പല്ല് കടിച്ചുകൊണ്ട് അവൻ അവളുടെ നേർക്ക് അടുത്ത് അവളെ തല്ലാനായി കൈ ഉയർത്തിയതും എന്ത് സംഭവിച്ചു എന്ന് അവനും കണ്ടു നിൽക്കുന്നവർക്കും മനസ്സിലാകുന്നതിനു മുന്നേ കാറിന് മുകളിലൂടെ പറന്നെന്ന പോലെ അവൻ നടു റോഡിലേക്ക് തെറിച്ചു വീണു. കണ്ടുനിന്നവർ എന്ത് സംഭവിച്ചു എന്നറിയാതെ വായും പൊളിച്ചു നിന്നു. നീന ചിരിയോടെ നടു റോഡിൽ മലർന്നടിച്ചു കിടക്കുന്ന അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് പുച്ഛത്തോടെ പറഞ്ഞു, എണീറ്റ് പോടാ. അവൾ തിരിഞ്ഞു നടന്നു. കലി പൂണ്ട് അവളുടെ നേർക്ക് പാഞ്ഞെടുക്കാനായി എഴുന്നേറ്റ അവനെ രംഗം പന്തിയല്ലെന്ന് കണ്ട് കൂട്ടുകാർ വന്ന് പിടിച്ചു വലിച്ചുകൊണ്ടുപോയി. പക്ഷെ അയാൾക്ക് അവളോടുള്ള പക തുടങ്ങുകയായിരുന്നു. ആ നാട്ടിൽ തനിക്കെതിരെ നിൽക്കാൻ ധൈര്യം കാണിച്ച 2 പേരെയും ഒരുമിച്ച് ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ അവന്റെ കുടില ബുദ്ധിയിൽ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കവലയിൽ നടന്ന കാര്യം ജോസി ചായനിൽ നിന്നും അറിഞ്ഞ ഫിലിപ്പിന്റെ മനസ്സിൽ സംശയങ്ങൾ വീണ്ടും ബലപ്പെടാൻ തുടങ്ങിയിരുന്നു. ആരാണവൾ? വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് അവർ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നതെന്ന് അവന് തോന്നി. ആ ലക്ഷ്യം താനാണോ എന്നൊരു ചിന്ത അവനിൽ ഉടലെടുത്തു. പക്ഷെ എന്തിന്? അവൾ ഒരു ഞായറാഴ്ച അല്ലാതെ ഇന്നോളം പള്ളിയുടെ അകത്ത് കയറിയതായി താൻ കണ്ടിട്ടില്ല. ഇന്നുവരെയും തനിക്ക് സ്തുതി ചൊല്ലുകയോ കുമ്പസാരിക്കുകയോ കുർബാന കൈക്കൊള്ളുകയോ ചെയ്തിട്ടില്ല. ആരാണവൾ? അന്വേഷിച്ച് കണ്ടെത്താൻ അവൻ ഏൽപ്പിച്ച മേക്കാനായി കമ്പനിയിലെ സ്റ്റാഫിൽ നിന്നും കിട്ടിയ വിവരം അവന്റെ സംശയങ്ങളെ ബലപ്പെടുത്തുന്നതായിരുന്നു. അവർ പറഞ്ഞ സ്ഥലത്ത് അങ്ങനെ ഒരു ഫാമിലി താമസിച്ചിരുന്നതായി ആ നാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. മറ്റൊരു വഴി കണ്ടെത്തണം, അവൻ ഉറപ്പിച്ചു. അവരെ വീട്ടിൽ പോയി കാണണോ എന്ന ശങ്കയിൽ ഇരുന്ന അവൻ അടുക്കളേക്ക് ഒരു വൈകുന്നേരം നീനയും വർക്കിച്ചനും കൂടി വന്നു. പള്ളിമുറ്റത്ത് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും പ്രാക്ടീസിന് വന്ന കൊയർ ടീം ഒക്കെയായി അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അവർ പള്ളിയിലേക്ക് കയറിയതും അവരെ പിന്തുടർന്നിരുന്ന ചാച്ചുവും കൂട്ടരും ഇതുതന്നെ അവളെ അപമാനിക്കാൻ പറ്റിയ അവസരമെന്ന് തീരുമാനിച്ചു. പള്ളിമുറ്റത്തേക്ക് കയറി. ഫിലിപ്പ് എല്ലാവരെയും നോക്കി പള്ളിയുടെ പടിക്കെട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ നോക്കി നിൽക്കെ ചാച്ചു എന്ന ഗുണ്ട നീനയുടെ മുന്നിൽ ചെന്ന് നിന്നു. എന്താ? അവന്റെ മുന്നിലേക്ക് നീങ്ങി നിന്ന് വർക്കിച്ചൻ ചോദിച്ചു. ചാച്ചു ഒരു വൃത്തികെട്ട നോട്ടത്തോടെ താടി ഉഴിഞ്ഞുകൊണ്ട് അവളെ നോക്കി ഒരു വഷളൻ ചിരി ചിരിച്ചു. അത് കണ്ട ഫിലിപ്പ് അവൻ പോലും അറിയാതെ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ അഗ്നി തിളച്ചു. ചാച്ചു തന്റെ മുന്നിൽ നിന്നും വർക്കിച്ചനെ തള്ളി മാറ്റിയപ്പോഴേക്കും ഫിലിപ്പ് നീനയ്ക്കും ചാച്ചുവിനും ഇടയിലായി വന്നു നിന്നു. തിളയ്ക്കുന്ന രോഷത്തോടെ അവനെ നോക്കി. ഇത് പള്ളിയാണ്, നിന്റെ അഭ്യാസം ഇവിടെ വേണ്ട. ഇല്ല, ഞാനൊരു അഭ്യാസവും എടുക്കുന്നില്ല. ഇവൾ നടു റോഡിൽ വെച്ച് എനിക്കൊരു സമ്മാനം തന്നു. അതിന് പകരം ഞാനും ഒരു സമ്മാനം കൊടുക്കാൻ വന്നതാ. അവൻ വീണ്ടും നീനയെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ചുംബനം. അവൻ പറഞ്ഞു തീർന്നതും ഫിലിപ്പിന്റെ വലത് കൈ അവന്റെ മുഴുവൻ ദേഷ്യത്തോടെയും മുകളിലേക്ക് ഉയർന്ന ചാച്ചുവിന്റെ കവിളിൽ വീണു. പ്രതീക്ഷിക്കാത്ത അടിയിൽ അവൻ വേച്ചുപോയി. നീനയുടെ കണ്ണുകൾ വിടർന്നു. വർക്കിച്ചന്റെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. കണ്ടു നിന്നവർ അന്തം വിട്ടുനിന്നു. അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ചലനം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഇനി നിന്റെ ഒരു വൃത്തികെട്ട നോട്ടം പോലും അവളിൽ വീഴില്ല. സ്വയം മറന്ന് അവൻ അലറുകയായിരുന്നു. അപ്പോൾ വിധിയുടെ പുസ്തകത്തിലെ വിധിവാചകം അതായിരുന്നു. അവൻ നിന്ന് കിതച്ചു. അപമാനിതനായി തീർന്ന ചാച്ചു ഫിലിപ്പിനെ ആക്രമിക്കാനായി മുന്നോട്ടാഞ്ഞു. അവന്റെ നേരെ നീണ്ട ആ വൃത്തികെട്ട കൈപിടിച്ച് പിറകോട്ടു മടക്കി അയാളെ തിരിച്ചു നിർത്തി കഴുത്തിലൂടെ വട്ടം പിടിച്ച്
ഫിലിപ്പ് അവനെ പിടിച്ചു തള്ളി. അപ്പോഴേക്കും അവന്റെ കൂട്ടുകാരും ഫിലിപ്പിന് നേരെ തിരിഞ്ഞു. മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിന്നു. ഒരാൾ ഫിലിപ്പിനെ പിറകിൽ നിന്നും ടീഷർട്ടിൽ പിടിച്ചു വലിച്ചപ്പോൾ അവളുടെ കണ്ണുകൾ അവന്റെ നഗ്നമായ പിൻകഴുത്തിൽ തടഞ്ഞു നിന്നു. നീല നിറത്തിൽ പച്ച കുത്തിയ മാമ്പഴശ്ശേരി കോവിലകത്തിന്റെ അധികാര ചിഹ്നം അവൾ വ്യക്തമായും തെളിഞ്ഞു കണ്ടു. നീന സകലതും മറന്ന് അവനെ നോക്കി തറഞ്ഞു നിന്നു. അവൻ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഫിലിപ്പിന്റെ കായിക ബലത്തിന് മുന്നിൽ അധിക സമയം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് മനസ്സിലായ ചാച്ചു അരയിൽ നിന്നും കത്തിയെടുത്ത് നീനയ്ക്ക് നേരെ നീട്ടി കുത്താനായി ചെന്നു. വലതുവശത്തു നിന്നും കുത്താനായി വന്ന ചാച്ചു അവൾക്കരികിൽ എത്തും മുന്നേ ഇടതുവശത്തു നിന്നും വന്ന ഒരാളെ തടഞ്ഞുകൊണ്ട് ഫിലിപ്പ് അവിടെ നിന്നും മാറി നിൽക്കൂ എന്ന രീതിയിൽ നീനയെ നോക്കി. പക്ഷെ ഒരു സ്വപ്ന ലോകത്തിൽ എന്ന പോലെ തന്നെ നോക്കി നിൽക്കുന്ന അവൾ യാതൊന്നും അറിയുന്നില്ലെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് നീനയുടെ കൈ പിടിച്ച് വലിച്ചു മാറ്റി. ആദ്യമായി വൈരാഗിയായ മഹാദേവന്റെ കരങ്ങൾ തന്റെ സതീദേവിയെ സ്പർശിച്ചു. അമ്പാട്ട് തറവാട്ടിലെ തൊടിയിലെ കാറ്റ് ചൂളം കുത്തി. കുഞ്ഞോളങ്ങൾ സന്തോഷത്താൽ വീണ്ടും പടവുകളെ പുൽകി. ആ ജനാലകൾ വീണ്ടും തുറന്നടഞ്ഞു. കോവിലകത്ത് കണ്ണടച്ചിരുന്ന പ്രിയനന്ദൻ വർമ്മയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ മേക്കാനായി വീടിന്റെ വിസിറ്റിംഗ് റൂമിലിരുന്ന വലിയ ചില്ലിട്ട ഫാമിലി ഫോട്ടോ താഴെ വീണ് പൊട്ടിച്ചിതറിയ ശബ്ദം കേട്ട് ആ വീടൊന്ന് ഞെട്ടിപ്പിടഞ്ഞു. അമ്മച്ചിയെയും ജെസ്സിമോളെയും മാത്രം ചേർത്ത് പിടിച്ചിരുന്ന അവന്റെ കരങ്ങൾ ആദ്യമായി മറ്റൊരു സ്ത്രീയെ സ്പർശിക്കുകയായിരുന്നു. അവന്റെ കൈകളുടെ കരുത്തിൽ അവളുടെ കൈകൾക്ക് ഭംഗി കൂട്ടിയിരുന്ന കുപ്പിവളകൾ പൊട്ടിയടർന്ന് പോറലുണ്ടാക്കി നിണം പൊടിഞ്ഞത് അപ്പോൾ അവൻ അറിഞ്ഞില്ല. അപ്പോഴേക്ക് ഫിലിപ്പും തളർന്നു തുടങ്ങിയിരുന്നു. അത് മനസ്സിലാക്കി മുന്നോട്ടാഞ്ഞ വർക്കിച്ചൻ എല്ലാവരെയും നിമിഷ നേരം കൊണ്ട് അടിച്ചിട്ടു. മാമ്പഴശ്ശേരി കോവിലകത്തെ കാര്യസ്ഥനും കളരി അഭ്യാസിയുമായിരുന്ന ശങ്കരൻ നായർക്ക് അവരാരും ഒരു പ്രതിയോഗിയെ ആയിരുന്നില്ല. ചാച്ചു അച്ഛനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവനോട് അന്ന് അവിടെ നിന്നും മാറി നിൽക്കാൻ എല്ലാവരും പറഞ്ഞെങ്കിലും അങ്ങനെ പേടിച്ചോടാൻ തുടങ്ങിയാൽ ഒളിക്കാൻ സ്ഥലമുണ്ടാവില്ല എന്ന് പറഞ്ഞ് അവൻ ആരെയും കൂട്ടാക്കിയില്ല. നീനയെയും കുടുംബത്തെയും ചാച്ചു ആക്രമിക്കുമോ എന്ന ഭയം അവനിൽ ഉണ്ടായിരുന്നു. അവൻ ആ ആശങ്ക വർക്കിച്ചനോട് പറഞ്ഞെങ്കിലും അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അയാൾ ഒഴിഞ്ഞുമാറി. വെള്ളം വീണപ്പോൾ നീറ്റിലുണ്ടായ വിരലിലേക്ക് അവൻ നോക്കി. അടിയുണ്ടായപ്പോൾ പറ്റിയതാകാം എന്ന് കരുതി കട്ട പിടിച്ച രക്തം അവൻ കഴുകിക്കളഞ്ഞു. മുറിവിൽ എന്തോ തടയുന്നത് പോലെ തോന്നി സൂക്ഷിച്ചു നോക്കി അവൻ കണ്ടു പൊട്ടിയടർന്ന കുപ്പിവളയുടെ ചെറിയൊരു ചില്ല്. അവനിൽ ഒരു ഞെട്ടലുണ്ടായി. കഴിഞ്ഞു പോയത് അവന്റെ മനക്കണ്ണിൽ ഓടിയെത്തി. സംഭവിച്ചത് ഓർക്കും തോറും അവനിൽ അസ്വസ്ഥത പെരുകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് താൻ ദേഷ്യത്തിന് അടിമപ്പെട്ടു പോയത്? ഇന്നോളം ഉണ്ടാകാത്ത വിധത്തിൽ ഇങ്ങനെ സംഭവിക്കാൻ മാത്രം ആ പെൺകുട്ടി ആരാണ്? അവൾക്ക് വേണ്ടി എന്തിനാണ് അങ്ങനെ വഴക്കുണ്ടാക്കിയത്? താൻ സംയമനം പാലിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവൾ കാരണം തനിക്ക് നിയന്ത്രണം നഷ്ടപ്പെടുന്നത്? ഇന്നോളം ഒരു പെണ്ണും തന്നെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ ഇവൾ... രാത്രി ഒരുപാടായെങ്കിലും നിദ്രാദേവി അന്ന് അവന് അനുഗ്രഹം നൽകിയില്ല. പെട്ടെന്ന് അപ്പനെ ഒന്ന് കാണണം എന്ന വല്ലാത്ത മോഹം അവനിൽ ഉടലെടുത്തു. മേക്കനായി വീടിന്റെ ഗേറ്റിന് മുന്നിൽ എത്തി അവൻ ഹോൺ അടിച്ചു. എന്നതാടാ ബീലിക്കുഞ്ഞെ ഈ പാതിരാത്രിയില്? അവനെ കണ്ട് അവർ അതിശയത്തോടെ ചോദിച്ചു. എന്റെ പുന്നാര അപ്പനെ ഒന്ന് കാണാൻ. അവൻ വളരെ ലാഘവത്തോടെയാണ് പറഞ്ഞതെങ്കിലും എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഫാമിലി ഫോട്ടോ ഒരു കാരണവുമില്ലാതെ താഴെ വീണ് പൊട്ടിയത് റോസമ്മയ്ക്ക് ഓർമ്മ വന്നു. പക്ഷെ ആരും അവനോട് അപ്പോൾ ഒന്നും ചോദിച്ചില്ല. ഓ, തങ്കപ്പനെ കാണാൻ വന്നതാ പുന്നാരപുത്രൻ ഈ പാതിരാത്രിക്ക്. ജക്കു അവനെ കളിയാക്കിയെങ്കിലും അവന്റെ മുഖത്തെ അസ്വസ്ഥത എല്ലാവരും ശ്രദ്ധിച്ചു. ഹാളിൽ ബെഡ് പിടിച്ചിട്ട് എല്ലാവരും കൂടി അതിലേക്ക് കിടന്നു. ഫിലിപ്പ് വീട്ടിലുള്ള വളരെ വിരളമായ രാത്രികളിൽ അതാണ് പതിവ്. ഫിന്നി കൈകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ജക്കു ഒരു കാലും കൈയും അവന്റെ ദേഹത്തേക്കിട്ടാണ് കിടപ്പ്. ആ സ്നേഹത്തിന്റെ കരുതലിൽ അവൻ വേഗം ഉറക്കത്തിലേക്ക് വഴുതി വീണു. ജെസ്സിയും അപ്പനും അമ്മച്ചിയും അവർക്കൊപ്പം തന്നെയുണ്ട്. ക്ലോക്കിലെ സൂചി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ ഒരു അലർച്ചയോടെ ഫിലിപ്പ് ചാടി എഴുന്നേറ്റു. അവന്റെ അലർച്ചയിൽ അവനൊപ്പം എല്ലാവരും കണ്ണു തുറന്നു. ജെസ്സി വേഗത്തിൽ ലൈറ്റിട്ടു. ബെഡിലിരുന്ന് കിതയ്ക്കുന്ന അവനെ കണ്ട് എല്ലാവരും ഞെട്ടി. വിയർപ്പ് ചാലിട്ടൊഴുകി അവൻ ആകെ നനഞ്ഞു കുതിർന്നിരുന്നു. എന്നതാടാ പീലിക്കുഞ്ഞെ? എന്നതാ എന്റെ കുഞ്ഞിന് പറ്റിയേ? റോസമ്മ കരച്ചിലൂടെ ചോദിച്ചു. വിൻസെന്റിന്റെ മുഖത്തും ആ സംഘർഷം കാണാമായിരുന്നു. ജെസ്സി കൊടുത്ത തണുത്ത വെള്ളം കുറെ കുടിച്ചപ്പോൾ അവൻ അല്പം ആശ്വാസം തോന്നി. നീ വല്ല സ്വപ്നവും കണ്ടോ പീലിച്ചായ? ഫിന്നിയുടെ ചോദ്യത്തിന് അവൻ അതേ എന്ന് തലയാട്ടി. ഇങ്ങനെ അലറാൻ മാത്രം നീ എന്നതാ കണ്ടേ? അത് എന്നതായാലും പറയടാ. അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ആ സ്വപ്നം അവൻ വീണ്ടും ഓർത്തെടുത്തു. ഞാൻ ബൈക്കിലാണ് അവിടേക്ക് പോയത്. എന്തിനാണെന്നോ ആര് പറഞ്ഞിട്ടെന്നോ ഒന്നും അറിയില്ല. ഗേറ്റ് തുറന്നു കിടപ്പുണ്ടായിരുന്നു. ആ ഗേറ്റിന് മുന്നിൽ ബൈക്ക് വെച്ച് ഞാൻ അകത്തേക്ക് നടന്നു.
ഒരു പഴയ തറവാട്. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ഒരു തറവാട് കണ്ടിട്ടില്ല. നാലുകെട്ട് രീതിയിലൊക്കെ പണിത, വർഷങ്ങളായിട്ട് ആൾതാമസം ഇല്ലാത്ത വീട് പോലെ. മുറ്റത്ത് ഒരു വലിയ മാവ് നിൽപ്പുണ്ട്. അതിന്റെ ഇലകൾ മുറ്റത്ത് ആകെ നിറഞ്ഞു കിടപ്പുണ്ട്. ഞാൻ നടന്ന് വരാന്തയിലേക്ക് കയറി. മാറാലയും പൊടിയും പിടിച്ച് ആ പഴയ വാതിൽ തള്ളിയപ്പോ താനെ തുറന്നു. ഞാൻ അകത്തേക്ക് നടന്നു. മുഴുവനും പൊടി പിടിച്ച് കിടക്കുകയാണ് അവിടെ. വെളിച്ചവും തീരെ കുറവാ. ഞാൻ നടന്ന് അതിന്റെ നടുത്തളത്തിലെത്തി. അവിടെ അവിടെ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. അവിടെ മാത്രം വെളിച്ചമുണ്ട്. ചുവന്ന പട്ട് പുതച്ച് തലക്കിലെ നിലവിളക്കൊക്കെ കത്തുന്നുണ്ട്. പക്ഷെ ആ കുട്ടി ഇപ്പൊ മരിച്ചതേ ഉള്ളൂ. ചുറ്റും നിറയെ പൂക്കളൊക്കെ വിതറിയിട്ടുണ്ട്. ആരെയും കാണാനില്ലെങ്കിലും ആരുടെയൊക്കെയോ കരച്ചിൽ കേൾക്കാം. അവൻ പറഞ്ഞു നിർത്തി. എല്ലാവരും അവിശ്വസനീയതോടെ അവനെ നോക്കി. ആരാ ആവണി? ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ജക്കു പതിയെ ചോദിച്ചു. ആവണിയോ? ഫിലിപ്പ് അവൻ ചോദിച്ചത് മനസ്സിലാവാതെ പറഞ്ഞു. അതെ, നീ ആവണി എന്ന അലറി വിളിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. അവൻ വിശ്വാസം വരാതെ എല്ലാവരെയും മാറി മാറി നോക്കി. അവരുടെ മുഖഭാവത്തിൽ നിന്നും അവൻ പറഞ്ഞത് നേരാണെന്ന് ഫിലിപ്പിന് തോന്നി. എനിക്കറിയില്ല. ആവണി എന്നു പേരുള്ള ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ആരും ഒന്നും വ്യക്തമാവാതെ പരസ്പരം നോക്കി. ചിലപ്പോ ആ മരിച്ചു കിടന്ന കുട്ടിയാവും ആവണി, ജെസ്സി ആലോചനയോടെ പറഞ്ഞു. അത് കേട്ട് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയ അവന്റെ മനസ്സിൽ പെട്ടെന്നൊരു മുഖം തെളിഞ്ഞു. നീനയുടെ. അവനു വേണ്ടി പുനർജനിക്കാൻ തന്റെ ജന്മം തന്നെ ബലിയായി നൽകിയ ആവണിയുടെ, തന്റെ മാത്രം പാർവതിയായി പുനർജനിച്ച, ഇനിയും അവൻ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ദാക്ഷായണിയുടെ. മഹാദേവൻ തന്റെ സതിയെ തിരിച്ചറിയാൻ തുടങ്ങുകയായി.